Hello guys, this is my first YouTube video, so do support me. അങ്ങനെ ഇന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ അജിയോന്ന് വാങ്ങിയതാണ്. നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബ്ലാക്ക് ഡ്രസ്സാണ്. അങ്ങനെ ഇയറിങ്സൊക്കെ നോക്കി ഞാൻ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നു. ബസ് വരാനായിട്ട് നന്നായിട്ട് ലേറ്റായി. ഗേസ്, ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടല്ലോ, ഞാൻ കുറേ ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, അടിപൊളി ഷെയ്ഡാണ്, എല്ലാവർക്കും സ്യൂട്ടാവും. അങ്ങനെ ഇതൊക്കെ നോക്കി നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല. ബസ് വരാൻ നന്നായിട്ട് ലേറ്റായി. പിന്നെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ നിൽപ്പുണ്ടായിരുന്നു, സ്കൂൾ വിട്ട ടൈം ആയത് കാരണം. പിന്നെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. ഗെയ്സ്, അങ്ങനെ ബസ് കിട്ടി. പിന്നെ നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈവനിങ് ടൈം ആയത് കാരണം. പിന്നെ ഞങ്ങൾ പതുക്കെ നടന്നു. ഒത്തിരി തിരക്കുള്ള ടൈമായിരുന്നു, കാരണം ഇന്ന് ബലിയിടാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് പുറത്തു നിന്നൊക്കെ വന്നത് കാരണം നല്ല തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. ആ ഒരു പുഴയുടെ സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ നടന്നു. ഇതെൻ്റെ പട്ടി ഷോയാണ്. അമ്മയോട് എന്നെ തന്നെ വീഡിയോ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നടക്കുന്നതിൻ്റെ ഇരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പതുക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പതുക്കെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ നടന്നു. ഇതാരോ വരച്ചൊരു പടമാണ്. പക്ഷെ ആ ഒരു വ്യൂ നല്ല ഈവനിങ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അമ്പലത്തിൻ്റെ ലൈറ്റ് സെറ്റിങ്സും എല്ലാം കൂടി ഒരു പോസിറ്റീവ് വൈബായിരുന്നു. പിന്നെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ നന്നായിട്ട് അറിയാത്തത് കൊണ്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് കാര്യമായി. അതിനുശേഷം ഇങ്ങനെ കുറേ അങ്ങോട്ട് നടക്കാനായിട്ടുണ്ടായിരുന്നു. അത് നടന്ന് ഞാനൊരു പരിവായി. നമ്മൾ പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ കാലൊക്കെ കഴുകി ദേഹത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു നല്ലൊരു വൈബാണ്. ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ കഴിക്കാനായിട്ട്. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ കുറേ കുഞ്ഞു കടകളുണ്ടായിരുന്നു. മൈലാഞ്ചി, ടാറ്റു സെൻറ്റർ പോലെ അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. നല്ല അഫോർഡബിൾ റേറ്റുമാണ്. കമ്മലുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അവർ ഓടി നടന്ന് ഓരോന്ന് വേണമെന്ന് പറയും. അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരുന്നു പൊതുവെ. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു. ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അമ്മയും ഉണ്ടായിരുന്നു. ദീപാരാധന ടൈമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കുറേ സീക്രട്ടൊക്കെ ഷെയർ ചെയ്തു. കുറേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നടത്തി തരട്ടെ. അങ്ങനെ അവിടെ നിന്ന് വേറെ ആർക്കും ഞാൻ ടൈം കൊടുത്തില്ല, ഞാൻ തന്നെ നിന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് തൊട്ടെഴുതിട്ട് പോവാണ്. കാരണം എൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ മാറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂട്, ഈ വെട്ടം എല്ലാം കൂടെ അടിച്ചത് കാരണം നല്ല ചൂടും. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കടകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. കമ്മലുകൾ മാത്രം കിട്ടുന്ന കടകൾ, അച്ചാറുകൾ. അതിൽ നിന്ന് ഞാൻ ഒരു മാംഗോ പിക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഇച്ചിരി തരും. പിന്നെ കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് പേടിയായത് കാരണം ഞാൻ റൈഡിലൊന്നും കയറിയില്ല. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് എൻജോയ് ചെയ്തു. നല്ല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ലേറ്റായി. പിന്നെ കിടന്നുറങ്ങി.